നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പഠിക്കാനായി ധാരാളം വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. അങ്ങനെ പഠിക്കാൻ പോയാൽ അവിടെ പഠിക്കണം. അല്ലാതെ ആ രാജ്യത്തെ പരമാധികാരത്തിൽ കയറി കൈകടത്താനോ ആ രാജ്യം വെറുക്കുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തോട് ശത്രുതയുള്ള രാജ്യങ്ങളെ ആ രാജ്യത്ത് പോയി പിന്തുണയ്ക്കാനോ പാടില്ല. അങ്ങനെ പിന്തുണച്ചു കഴിഞ്ഞാൽ മുട്ടൻ പണി കിട്ടും എന്നുള്ളത് പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് ഇന്ത്യ രക്ഷിക്കണേ എന്നൊന്നും നിലവിളിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. ഇപ്പോൾ അത്തരത്തിലൊരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് അമേരിക്കയിൽ ചെന്ന് അവിടെ വിദ്യാർത്ഥിയായി പഠിക്കാൻ ചെന്ന ഒരു പെൺകുട്ടി പലസ്തീന് ജയ് വിളിച്ചു. അതും ബിരുദദാന ചടങ്ങിനിടയിൽ ജയ് വിളിച്ചു. അങ്ങനെ ജയ് വിളിച്ചപ്പോൾ പിന്നീട് ആ പെൺകുട്ടിക്ക് അമേരിക്കയിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഒന്നാമത് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്ക ഭരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്രായേലിനാണ് അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഫലസ്തീനെതിരെ അവിടെ മുദ്രാവാക്യം വിളിക്കുന്നവർക്കെതിരെ എല്ലാം വലിയ നടപടികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് ഇല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ നിങ്ങളെ ഇത് കാണിക്കുന്നതാണ്. എന്തായാലും അമേരിക്കയിലെ മസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വേദിയിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥിനി മേഘ വെമുറി പലസ്തീനെ പിന്തുണച്ച് പ്രസംഗിച്ചത്. വലിയ വിവാദത്തിനാണ് ഇത് വഴിയൊരുക്കിയിരിക്കുന്നത്. ഇസ്രായേൽ നിരപരാധികളെ കൊന്നൊടുക്കുകയാണെന്നും മേഘ വെമുറി ആരോപിച്ചു. സർവകലാശാല ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതായത് ആ സർവകലാശാല ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം എന്ന് ചെന്ന് അവിടെ പറയുകയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഈ ഇറാൻ മുക്ക് പാർട്ടി ഓഫീസിലൊക്കെ CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് കമ്മിറ്റി അംഗവും കുറച്ച് അണികളും ചേർന്ന് നിന്നുകൊണ്ട് ട്രംപ് രാജിവെക്കണമെന്ന് പ്രമേയം പാസ്സാക്കും പോലെയാണ് അവിടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഒരു വിദ്യാർത്ഥി പറയുന്നത് ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം, യൂണിവേഴ്സിറ്റിയും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ. എന്തായാലും ഫലസ്തീനെ പിന്തുണച്ച് നിൽക്കാൻ വെമുറി സഹവിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഫലസ്തീൻ അനുകൂലികളുടെ പ്രതീകമായിട്ടുള്ള ചുവന്ന ഷമാഗ് ധരിച്ചാണ് വെമുറി വന്നത്. MIT സ്വതന്ത്ര ഫലസ്തീൻ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് കാണിച്ചു തരൂ. സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ വലിയൊരു ജനക്കൂട്ടത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പെൺകുട്ടി ഇത് പറഞ്ഞത്. വിദ്യാർത്ഥിനിക്ക് പുറമെ അവരുടെ കുടുംബാംഗങ്ങളും ഫാക്കൽറ്റി അംഗങ്ങളും ആ സമയത്ത് പരിസരത്തുണ്ടായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഗാസയിലെ ഇസ്രായേലി ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി അമേരിക്കൻ സർവകലാശാലയിൽ ഇതിനകം തന്നെ ഒരു വിവാദം നിലനിൽക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഗാസയിൽ അമേരിക്ക നടത്തുന്ന വലിയ രീതിയിലുള്ള കടന്നുകയറ്റം അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പല ആൾക്കാരും പല വിദ്യാർത്ഥികളും അവിടെ ശബ്ദമുയർത്തുന്നുണ്ട്. അവരെല്ലാം അമേരിക്ക പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും വെമുറിയുടെ കാര്യത്തിലും മറ്റൊന്നായിരിക്കില്ല അല്ലെങ്കിൽ മറിച്ചൊന്നായിരിക്കില്ല അമേരിക്കയുടെ തീരുമാനം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.